പേടിയാണോ വെള്ളടിക്കുമ്പോ? എനിക്ക് ഭയങ്കര പേടിയാ. നമുക്ക് സന്തോഷിക്കാൻ ഇത് ഐസ് കൊണ്ടൊന്നും വന്നല്ലോ. അതല്ല, തല്ലുകൊള്ളാതിരിക്കുമല്ലയോ? അയ്യോ ഏനാ കൊണ്ടുവന്നില്ല. നീ എന്താ ചെയ്യും? സാരമില്ല. സാർ എന്താ പഠിപ്പിച്ചാലും എനിക്ക് ബൈപ്പാസാ. ബൈപ്പാസോ? ഓ ഇവിടെ സൂക്ഷിക്കത്തില്ലോടാ. ബൈ ഹാർട്ട്. നീ വെള്ളം കൊണ്ടുവന്നോ? ഇല്ല. ആ കൊണ്ടുവന്നു. ഇറക്കാ വെള്ളം കുടിക്കില്ല, ഇറക്കാ ചത്തുപോകൂടാ. ആര് പറഞ്ഞു? എന്നോട് അമ്മ പറഞ്ഞു നല്ലപോലെ വെള്ളം കുടിക്കണം, നമ്മുടെ ശരീരത്തെ എല്ലാ അസുഖവും പോകുന്നു. അതൊക്കെ ചുമ്മാതാ. എന്റെ മാമൻ പുഴയെ വീണു വെള്ളം കുടിച്ച് ചത്തുപോയി. അതുകൊണ്ടാ പറഞ്ഞ വെള്ളം കുടിക്കല്ലേ ചത്തുപോവേ. എടാ അത് ഓവറായിട്ട് കുടിച്ചിട്ടല്ലേ? ഓവറായിട്ടൊന്നും അല്ല, മാമൻ ആവശ്യമുള്ള വെള്ളമേ മാമൻ കുടിച്ചുള്ളൂ, എന്നിട്ട് ചത്തുപോയി. അപ്പൊ നിന്റെ മാമന്റെ അഹങ്കാരം. എന്റെ മാമൻ അഹങ്കാരം. അങ്ങനെ നീ പറഞ്ഞു പഠിക്കല്, നിനക്ക് അടി കിട്ടും. ഞാൻ അങ്ങനെ തന്നെ പറയും. അത് അടി കിട്ടുമ്പോ ഇനിയും പറയും, ഇനിയും പറയാം. അങ്ങനെ ഷുഗറിന്റെ മരുന്നിനെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോടാ? ഷുഗറോ? ആർക്കാ ഷുഗർ? അച്ഛന് ഭയങ്കര ഷുഗറോ കൂടുതലാണ്. ഒരു പച്ചമരുന്നുണ്ട്. എന്തുവാ പറ? എവിടെ കയറി വരുവോ? അവിടെ പോയി ചോദിച്ചോടനെ കയറി പോരുവോ? എടാ നമ്മുടെ ഈ മുക്കുത്തി ഇല്ലയോ, അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കണം. അമ്മയുടെ മൂക്കുത്തി എടുക്കണോ ചേച്ചിയുടെ മൂക്കുത്തി എടുക്കണോ? അപ്പച്ചിയുടെ. ഇത്തിത്താനത്തുള്ള അപ്പച്ചിയുടെ. എടാ മുക്കുത്തി എന്ന് പറഞ്ഞ ഒരു ചെടിയാ, അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിച്ചാ മതി. ആണോ? അന്നേരം അസുഖം മാറും. ഇനി ഞാൻ അങ്ങനെ ചെയ്ത് നോക്ക് കേട്ടോ. ഉറുമ്പോളി ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ? അയ്യോ ഞാനാ. എന്താ ചോദിച്ചേ? ഉറുമ്പോളി ഉണ്ടോ എന്ന് കൊടുക്കാൻ ചെയ്തപ്പോ അവിടെ മൊത്തം ഉറുമ്പ വീട്ടിന്റെ അവിടെ. സ്പ്രേ അടിക്കണ? ഞാൻ സ്പ്രേ അടിച്ച്. അന്നേരം അപ്പൊ ഉറുമ്പ് കൈ നോക്കി കാണിക്കുവാ, ഇവിടെ അടിച്ചതാ ഇവിടെ അടിച്ചതാ. അപ്പൊ എങ്ങാണ്ട് ഒരുങ്ങി പോകാൻ നിന്ന ഉറുമ്പിന്റെ നേരത്തെ നീ സ്പ്രേ അടിച്ച്. ആണോ? അങ്ങനെ അടിക്കരുത്. പിന്നെ ഉറുമ്പ് ഇങ്ങനെ വരി വരിയായിട്ട് വരുമ്പോ സ്പ്രേ കൊണ്ടെടുത്തിട്ട് അങ്ങനെ ചെയ്യണം. അങ്ങനെ അടിച്ചാ ഉറുമ്പ് ചാവും. ഞാൻ അങ്ങനെ ചെയ്യാവൂ കേട്ടോ. അയ്യോ അത് പറഞ്ഞപ്പോ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എന്തോടാ? എടാ നമ്മുടെ ഈ റബ്ബർ മരമില്ലേ, അതും ഈ സ്കൂളും കൂടെ എന്തുവാ ബന്ധം? എന്തുവാ? എടാ ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞ റബ്ബർ നഴ്സറി ഉണ്ട്. റബ്ബറിന് മാർക്ക് ഇടാൻ പോവാ. നമ്മള് തുടക്കത്തിലൂടാ റബ്ബർ. ശരിയാണല്ലോ. റബ്ബർ മനുഷ്യന് എന്തെങ്കിലും ബന്ധം കാണും. സ്കൂളുമായിട്ട് ബന്ധമുണ്ടോ? ഗുഡ് മോർണിംഗ് സാർ. സാറ് വന്നടാ. ഇടക്കൂടെ പമ്മി വരുവാ. സാറേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ താഴെ വന്നപ്പം കേട്ട് ഇവിടെ കിടന്ന് വാങ്ങാൻ നിൽക്കുന്നത് ഇവനാ. രണ്ടുപേരുടെയും ശബ്ദം ഞാൻ കേട്ടല്ലോ. നിന്റെ കൂടുതൽ ഇവനാ അലച്ചത്. അതൊക്കെ പോട്ടെ. ഇവിടുത്തെ കുട്ടികളും ടീച്ചറും ഒക്കെ അവര് ടൂറിന് പോയിരിക്കുക. ടൂറിന് പോയിരിക്കുക. അവര് പോയ വഴിക്ക് കണ്ട് ബസ് കണ്ട് കേടായി കിടക്കുക. അയ്യോ. അപ്പൊ ഇന്നലെ വൈകിട്ട് എംഎച്ച് വിളിച്ചു പറഞ്ഞു, എച്ച്എം വിളിച്ചു പറഞ്ഞു ഇന്നൂടെ ഞാൻ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇന്നെല്ലാം 5 വിഷയം ഞാൻ എടുക്കുന്നുണ്ട്. 5 വിഷയം? 5 വിഷയം എടുക്കുന്നുണ്ട് ഇന്ന്. ആദ്യം അങ്ങോട്ട് ഹാജർ അങ്ങോട്ട് എടുക്കാം കേട്ടോ. വരാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് എന്നോടൊന്ന് പറയും. ആനിയുണ്ടോ? കലണ്ടർ വല്ലതും തൂക്കാനാണോ? ഈ ക്ലാസ്സിലെ ആനി എന്ന് പറയുന്ന കുട്ടി വന്നിട്ടുണ്ടോ? ആനിയോ? എനിക്ക് ഒരു ആണിയുണ്ടോ? ടൂറിന് പോയി. ആനി ടൂറിന് പോയി. അരിയുണ്ടോ? അരിയില്ല സാർ. ഒരു 5 കിലോ മേടിച്ചു തരുമോ? ഞാൻ റേഷൻ കട നടത്തുവാ ഇവിടെ. റേഷൻ കട നടത്തുവാ. ഈ ക്ലാസ് അരിക്കുട്ടൻ വന്നിട്ടുണ്ടോ? അരിക്കുട്ടനോ? ടൂറിന് പോയി. ടൂറിന് പോയിരിക്കും. അത് പറഞ്ഞാ മതി. സഞ്ജിത. എന്താ എന്റെ ഇട്ടോട്ട് എന്താ വേണ്ടേ? ഈ സഞ്ജിയുടെ കാര്യം സഞ്ജിത GS വന്നിട്ടുണ്ടോ? ടൂറിന് പോയിരിക്കുക. അത് പറഞ്ഞാൽ യമുന എവിടെ? ഉത്തർപ്രദേശിൽ കൂടെ ഒഴുകുന്നു. യമുന TS എന്ന് പറഞ്ഞ കുട്ടി വന്നിട്ടുണ്ടോ? യമുനയോ? യമുന എന്ത് ചെയ്യുന്നു? നിന്റെ ശല്യം കാരണം മാറ്റിയിരുത്തില്ല. ആര് പറഞ്ഞു? പഠിക്കാത്ത ഇരിക്കട്ടെ. ഒരു അധ്യാപകനായി നിൽക്കുന്നത് ആ ഒരു ബഹുമാനം കാണിക്കാൻ ക്ലാസ് ചെയ്യുന്നുണ്ട്. ഉടനെ അടിക്കും. ഗോപി ഇന്നത്തെ കാര്യമാണോ? ഈ ക്ലാസ്സിലെ ഗോപിക്കുട്ടൻ വന്നിട്ടുണ്ടോ? ഗോപിക്കുട്ടൻ വീട്ടിൽ പാലിയാച്ച് കേരദാസോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം, ഞാൻ നാളെ നമുക്ക് അങ്ങോട്ട് വൈകിട്ട് പോവാം. അവിടെ വരുവോ? കൂടെ എന്തോ ചെയ്യാനെന്നോ. ഞാൻ വരുന്നതിന് നടക്കാൻ കുഴപ്പം. വന്നോ? എന്നെ വിളിച്ചോണ്ടാ ഞാൻ വരുന്നത്. പ്രതീക്ഷയുണ്ടോ? ഒരു പ്രതീക്ഷയില്ല. ഇങ്ങനെയൊക്കെ പോണം. ഈ ക്ലാസ്സിലെ പ്രതീക്ഷ VS ഉണ്ടോ? പ്രതീക്ഷ VS അങ്ങനെ പറയാൻ എനിക്ക് തെറ്റത്തില്ല. എവിടെ പോയിരിക്കുവാണെന്ന് പറഞ്ഞു? ടൂറിന് പോയിരിക്കുക. അങ്ങനെ പറ. അഖിൽ. നീ ആരാ? അഖിലോ? പ്രസന്റ്. അതൊത്തു. പ്രസന്റ്. നിന്റെ പേര് അഖിൽ എന്നാണോ? അല്ല. അല്ലേ? അനന്തു. അനന്തു. ആവശ്യമില്ലാത്ത പേരിന് കേറി പ്രസന്റ് വിളിച്ചതിന് ഒന്നുകൂടെ വിളി. അനന്തു. പ്രസന്ന. അത് കറക്റ്റ് പറഞ്ഞപ്പോഴും നീ അത് റെഡിയാക്കുന്നില്ലല്ലോ. എത്ര വർഷം കൊണ്ട് ക്ലാസ്സിലേക്ക് വന്നി? 3. അഖിൽ. ചില സമയേ സാർ നമ്മൾ അംഗൻവാടി പഠിക്കുന്ന കുട്ടിയുടെ കൂട്ടാ. അതിന്റെ ബാക്കി ഒരു ഇതുമില്ല. അഖിൽ. അയ്യോ എന്തോ സന്നദ്ധ. ഞാൻ വിളിച്ചപ്പോ എവിടെ നോക്കി നിൽക്കുവായിരുന്നു? ഞാൻ അവനെ നോക്കി. അവനവിടെ പഠിപ്പിക്കുന്നത്. അവനല്ല പഠിപ്പിക്കുന്നത്.
അത്രേ, അതൊക്കെ പോട്ടെ, നമുക്ക് ക്ലാസ് അങ്ങോട്ട് തുടങ്ങാം. സാർ എന്തുവാണ് ഇത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കാൻ പോവാ. ചോദിച്ചോ. എന്താ ചോദിച്ചോ. കൊതുക് വെള്ളത്തിൽ മുട്ടയിടുന്നത് എന്തുകൊണ്ട്? താഴെ വീണ് പൊട്ടാതിരിക്കാൻ. താഴെ വീണ് പൊട്ടാതിരിക്കാനാണ് കൊതുക് വെള്ളത്തിൽ മുട്ടയിടുന്നത്. എന്താണ് കൊതുക് വെള്ളത്തിൽ മുട്ടയിടുന്നത്? കൊതുക് വെള്ളത്തിൽ മുട്ടയിടുന്നത് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്ത് വരുമ്പോ ചോര കുടിക്കാൻ കിട്ടിയില്ലെങ്കിൽ വെള്ളം കുടിച്ചെങ്കിലും ജീവിക്കട്ടെ എന്ന് ആ അമ്മയുടെ മാതൃസ്നേഹം കൊണ്ട്. ഏത് കൊതുകിന്റെ അമ്മയ്ക്ക് ഇത്ര മാതൃസ്നേഹം? മനസ്സേഹം ഇല്ലാത്തത്. ഉടനെ എന്നോട് അങ്ങനെ വില വിളിക്കുക. എടാ, കൊതുക് വെള്ളത്തിൽ മുട്ടയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പല പല അസുഖങ്ങൾ വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കൊതുകിനെ പറഞ്ഞു മനസ്സിലാക്കി ഈ മുട്ടയിടുന്ന പരിപാടി അങ്ങ് നിർത്തണം. ഇറങ്ങ. എവിടെ പോയാലാ? കൊതുകിനെ പറഞ്ഞ് മനസ്സിലാക്കിട്ടോ. എടാ, അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കെട്ടിക്കിടക്കുന്ന വെള്ളം എല്ലാം എടുത്ത് മറിച്ച് കളയണം. അങ്ങനെ നീ കായലും ആറോ കാര്യം മറിച്ച് കളയും. കായലും ആറും അല്ല, വീടിന്റെ മുറ്റത്ത് ചിരട്ടയിലും പാത്രങ്ങളിലൊക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളമില്ലേ? വീട്ടിൽ ഇരിക്കുന്നതാ പ്രശ്നം. അത് എന്നും അച്ഛൻ വെള്ളം ഒഴിച്ചിട്ട് വന്ന് കമത്തി കളയുന്നു. പിന്നെ കൊതുകോ? പിന്നെ കൊതുക. പിന്നെ കൊതുവാണെങ്കിൽ വല്ല മരുന്ന് വാങ്ങിച്ചടിച്ചാൽ മതി. അനാവശ്യക്കാരി ഇവിടെ നിന്നോട്ട് പറഞ്ഞങ്ങ് ഞാൻ വിടി ഞാൻ. അടുത്ത ചോദ്യം ഇരിക്കവിടെ. തുള്ളൽ പ്രസ്ഥാനത്തിന് ഉപജ്ഞാതാവ് എം എൻ നമ്പ്യാർ. എം എൻ നമ്പ്യാർ. അത് ഇവിടുന്ന് ഉത്തരം കിട്ടി. എം എൻ നമ്പ്യാരാടാ. എഴുന്നേറ്റ് പറ. കുമാരല്ല, കറക്റ്റ് പറ. കുഞ്ചൻ. അഞ്ചൻ. കറക്റ്റ് പറ. സിനിമാ നടൻ കുഞ്ചൻ. സിനിമാ നടൻ കൊഞ്ചനോ? അത്രയും കറക്റ്റ് ആക്കി പറഞ്ഞിട്ട് സിനിമാ നടൻ കൊഞ്ചൻ. കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാർ. ഇനി അത് മറക്കരുത്. ഇരിക്കവിടെ. ഈ ചെറുക്കൻ നീ എന്തിനു വരുവാടാ? പഠിക്കാൻ വയ്യ വീട്ടിൽ. അടുത്ത ചോദ്യം. നോക്കട നിന്നുടെ മാർഗെ കിടക്കുന്നു, മർക്കട നീ അങ്ങ് മാറിക്കിട ശിട. എന്തോ ഇടപാടാ ഇത്? ഇറക്കി വിടണോ? എന്തോ ചോദിച്ചേ? ഞാൻ ചോദ്യമാ ചോദിച്ചത്. മർക്കട നീ അങ്ങ് മാറിക്കിട ശിട. ഇത് ആര് ആരോട് എപ്പോൾ പറഞ്ഞു? ഇത് സാറ് ഞങ്ങളോട് ഇപ്പൊ പറഞ്ഞു. എന്റെ ദൈവം തമ്പുരാനെ, ഞാൻ ചോദ്യമായി ചോദിച്ചത്. ആരോട് എപ്പോ പറഞ്ഞു? എഴുന്നേറ്റ് പറയണം. ഇന്നലെ പണിയും കഴിഞ്ഞിട്ട് അച്ഛൻ വീട്ടിൽ വന്നിട്ട് അമ്മയെ മാറ്റി നിർത്തി എന്തോ പറയുന്നത് കേട്ടു. നീ ഇതായിരിക്കുവോ? നിന്റെ വീട്ടിലെ അതെവിടുന്ന് പഠിച്ചു? നിന്റെ വീട്ടിലെ കുടുംബ പ്രശ്നം തീർക്കാനിരിക്കുവാന്നോ ഞാൻ? ആണോ? സാറിന് ടൂറിന് വല്ലതും പോയിക്കൂടായിരുന്നു? ടൂറിന് പോകാമടാ ഞാൻ. അതിനാ ഞാൻ ഇവിടെ വന്നിരിക്കുന്നു. സാർമാരെല്ലാം ടൂറിന് പോയിരിക്കും. എന്തെങ്കിലും പറഞ്ഞു വിടും നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം രക്ഷപ്പെടട്ടെന്ന് വിചാരിച്ചപ്പോ അടിക്കാൻ തൊട പൊട്ടിക്കും രണ്ടെണ്ണത്തിന്റെ. പിന്നെ ഇനിയുണ്ട് അടുത്തത്. കേരവൃക്ഷം. എഴുന്നേറ്റ് പറ. കേരവൃക്ഷമാണോടാ സാറെ? കേര ഒരു മീനാ. കേരമീൻ ഒന്നാന്തരം പീസ് മീൻ. മീന് സൂപ്പർ മീൻ. കേര എവിടെ പോവാ? തുണ്ടം മീന് തിന്നുന്ന കാര്യമേ ഓർമ്മയുള്ളോ? കേരവൃക്ഷം എന്ന് പറഞ്ഞ ഇവിടെ കൊച്ചു കുട്ടികൾ ഇരിപ്പുണ്ട്. ഇവിടെ കേരവൃക്ഷം എന്തുവാ മോനെ? എന്തുവാ? തെങ്ങ്. തെങ്ങ്. കേരവൃക്ഷം എന്താ? തെങ്ങോ? ഇനി അത് മറക്കരുത്. ഒരു കെട്ട് തൊലിയും കൊണ്ട് പോയിട്ടുണ്ട്. അടുത്തത്. ചൈനയുടെ വൻമതിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ? പാകിസ്ഥാൻ. പാകിസ്ഥാനിലാണോ ചൈനയുടെ വൻമതിൽ? അല്ല. ചൈനയുടെ വൻമതിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എഴുന്നേറ്റ് പറ. ജോസച്ചന്റെ വീടിന്റെ പുറവശത്ത്. എടാ ഷൈനിയിലല്ല. പിന്നെ ഷൈനിയിലല്ല, ചൈനയുടെ. ഞാൻ കണ്ട ഷൈനിയുടെ ആണെന്നോ? ഷൈനിയുടെ ആണെങ്കിൽ അറിയാമോ? കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാവിടിരിക്കുന്ന ചൈനയുടെ വൻമതിൽ എവിടെ സ്ഥിതി ചെയ്യുന്നത്? എന്നിട്ട് സാറിന് അറിയത്തില്ല? എനിക്കറിയാന്നല്ലേ, ഞാനതിപ്പോ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ കാണിച്ചു. ഹലോ, ചൈന ടീച്ചറെ. വനജ ടീച്ചറെ, ഈ ചൈനയുടെ വൻമതിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ? എന്താ പറഞ്ഞു? അവര് പറയാ പുതിയ ഓരോ കോളും കൊണ്ട് സാർ ഇറങ്ങിയേക്ക് വന്നു. അത് വേണം. കഴിഞ്ഞ ദിവസം ഈ പെണ്ണുപിള്ള എന്നോട് പറഞ്ഞ എന്തുവെന്ന് അറിയാമോ? ചന്ദ്രനിൽ നിന്നാ കാണാം ചൈനയുടെ വൻമതിൽ എന്ന്. അയ്യോ, അപ്പൊ ചന്ദ്രനിൽ പോണം. ഞായറാഴ്ച എന്താ പരിപാടി? ഉച്ച കഴിഞ്ഞ് പോയിട്ട് വന്നാലോ? തിങ്കളാഴ്ച ക്ലാസ്സിൽ വരണ്ടേ? വെളുപ്പാങ്കളെ തിരിച്ചു വന്നാ പോലെ ഇടത്തരം പറഞ്ഞ രണ്ടെണ്ണത്തിന് തൊട ഞാൻ അടിച്ചു പൊട്ടിക്കും. ചൈനയുടെ വൻമതിൽ കണ്ണുകൾ ചൈനയുടെ അതിർത്തി പോണം. എവിടെ പോകണം? ചൈന പോണം. ചൈന പോണം. അതുപോലും അറിയത്തില്ല. മലയാളത്തിലെ പദ്യം പഠിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് രണ്ടുപേരും പഠിച്ചോ. ചൈന പോണം. മലയാളത്തിന്റെ പദ്യം പഠിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് പഠിച്ചോ. ഞാനും എന്റെ ആളും 40 പേരും പങ്കായം പൊക്കിയല്ല, നീയും നിന്റെ ആളും കുഞ്ഞുമ്മയുടെ അപ്പൂപ്പനും ആ പാട്ടല്ല പറഞ്ഞത്. പല നാളിൽ ഞാനൊരു പുഴുവായി. അതങ്ങോട്ട് ചൊല്ല്. പല നാളുകൾ ഞാനൊരു പുഴുവായി. അതേറ്റു പവിഴക്കൂട്ടിലുറങ്ങി ഇരുളും വെട്ടവും അറിയാതെ അങ്ങനെ കുറച്ചാൾ അഡ്ജസ്റ്റ് ചെയ്ത് നീക്കി ബല ബാഹുബലി പുഴ നീന്തും
ബാക്കി എഴുന്നേറ്റ് പാടാ കേട്ടോ. ഏയ് സാ, ദുദ് സാ. മലയാള മധ്യത്തിൽ എവിടെയാണ് നിന്റെ പുത്തച്ഛൻ കിടക്കുന്നത്? പിന്നെ അവൻ പാടിന്റെ ബാക്കി പാടാൻ അവൻ ഇവിടെ നിർത്തി കാണാൻ പറഞ്ഞാൽ നീ ചാടുവോ? സാറെടുത്ത് ചാടും. ഞാനെടുത്ത് കാണാം. ഞാനൊരു അധ്യാപകൻ, എന്റെ മുഖത്തൊക്കെ അങ്ങനത്തെ കാര്യം സംസാരിക്കരുത്. എന്തോ ഉണ്ടായിച്ചു പാടിയത് കള്ള പറഞ്ഞോ. മറ്റു സാധനം അതുപോലെ ദണ്ഡമുണ്ട് നിന്നെയൊക്കെ പഠിപ്പിക്കുന്നത്. അതുപോലെ ദണ്ഡമുണ്ട് എനിക്ക്. ചിലപ്പോ ഞാൻ പഠിത്തം നിർത്തും. എനിക്ക് പിള്ളേര് മൂന്നാ. അവർ രണ്ടുപേരും എന്തുമാത്രം പഠിക്കുന്നുണ്ടെന്ന് അറിയാമോ? എനിക്കറിയാം. നല്ലപോലെ പഠിക്കുന്നുണ്ട്. അടുത്തത് ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാം. ഇംഗ്ലീഷിലെ കുറച്ച് ചോദ്യങ്ങൾ. ഇംഗ്ലീഷ് പഠിക്കും. A for apple, B for പൈനാപ്പിൾ. B for pineapple ആണ്. എഴുന്നേറ്റ് പറഞ്ഞ B for എന്താ? B for ബിന്ദു. ബിസ്ക്കറ്റ്. അയ്യ തിന്നടാ. ബാറ്റ്. ഒടിച്ചു കളഞ്ഞ്. പൊട്ടൻ. B for എന്തോ പറഞ്ഞേ? B for അതെന്റെ കയ്യാ. B for എന്തോ പറഞ്ഞേ? ബിന്ദു. ബിന്ദു. B for ബിന്ദു വന്നോ? B for ബിന്ദു വന്നോ? ഈ പുസ്തകത്തിൽ എഴുതിയിട്ടേക്കുന്നേ പറഞ്ഞോ. ഞങ്ങളുടെ അച്ഛൻ കൊട്ടേഷൻ തന്നെയാന്ന്. ഈ ചെറുക്കൻ തല്ലുകൊണ്ട് ചാകാറായി. അത്രയ്ക്കും നരകിക്കുന്നവനാ ഞാൻ. എലിഫന്റ് എന്ത്? എലി പണ്ട് എന്തുവായിരുന്നു? എലി പണ്ട് എലി. എന്നാ പറ, അല്ലെ തല്ലി കൊല്ലി. സാറേ, എലി പണ്ടും എലി, എലി ഇപ്പോഴും എലി. എലി പണ്ടും എലി, എലി ഇപ്പോഴും എലി തന്നെ. എലിഫന്റ് എന്ന് പറഞ്ഞാൽ എന്തുവെന്ന് അറിയുമോ? എലിഫന്റ് എന്ന് പറഞ്ഞാൽ ആന. എന്താ? ആനയോ? ഇനി മറക്കരുത്. നിനക്ക് മനസ്സിലായോ? എന്തുവാടാ? ഈ എലി പണ്ട് ആനയായിരുന്നു, ഈയിടെയാണ് ഇത് എലിയായത്. ആരറിയുന്ന ഈ രൂപമാറ്റം വെറുതെ തല്ലി ഒളിക്കാനായിട്ട് ഓരോ ചോദ്യം ഉണ്ടാക്കിക്കൊണ്ട് വരുവാ. ഒമ്പതിന്റെ പട്ടികയല്ലേ? 9ന്റെ പട്ടിക. 9 9 2 9 99 എടാ പൊട്ടാ, 89 99 99 3 കൂടിയാൽ എത്രയാടാ? 999. 999. അടിക്കിവനെ. ഇവനെ അടിക്ക. അവനല്ലേ പറഞ്ഞേ? അവനാ പറഞ്ഞേ. നീ ഇവനെ അടി. കൈ നീട്ടടാ. നീ എത്ര കൈ അവിടെ കിട്ടിയ അവസരം. ഇങ്ങോട്ടൊന്ന്. ഇനി ഞാൻ ഇടിക്കട്ടെ? ഒരു അധ്യാപകൻ ഒരു കുട്ടിയുടെ കൈക്ക് അടിക്കരുത് മേലെ. അയ്യോ, അതിനാ ഞാൻ തന്നത്. എന്റെ ദൈവമേ. 999 അല്ല, 999. ഇനി 994. 4 എന്തോ ഇല്ല. 4 അതിനകത്തില്ല. 8ന്റെ പട്ടികയില്ലേ നീ? ആര്യല്ല, നീ അല്ലണം. നീ അല്ല, നീ അല്ല. എന്നോടല്ല, നിന്നോടാ. 8ന്റെ പട്ടികയില് ഒരൊറ്റ. അല്ലേ സാറേ, ഈ 4ന്റെ പട്ടിക ഒരു 2 പ്രാവശ്യം ചൊല്ലിയ കേസ് തീരുവോ? തൊടയടിച്ച് ഞാൻ പഠിക്കും ഞാൻ. അയ്യോ, ഒരൊറ്റ ഇരിക്കട്ടെ. ഒരു 16 മൂക്കട്ടെ, നോക്കട്ടെ. ഈ സെന്റർ ക്ലിയർ അല്ലായിരുന്നോ? അതുകൊണ്ടാ സെന്ററിൽ കിട്ടിയ. ഇരി. അടുത്തത് ഓരോ ഗോള് കൊണ്ട് വരും. അഖില എഴുന്നേറ്റടാ. ഏറ്റവും കൂടുതൽ കടത്തീരമുള്ള ജില്ല എഴുന്നേറ്റ് പറ. നമ്മൾ ഇതുവരെ ഒരു കടത്തീരത്ത് പോയിട്ട് ഞങ്ങളുടെ തന്നെ ചോദിക്കണം. കൊള്ളാവുന്നു. കൊള്ളാം. കറക്റ്റ്. കൊല്ലം. കറക്റ്റ്. കറക്റ്റ്. ഇരിക്കവിടെ. അമ്മ എടുക്കനാ. അവൻ പഠിക്കാൻ വന്നിരിക്കാൻ. നിന്റെ കൂട്ടെ പന്ത് കളിക്കാൻ വന്നിരിക്കുന്നവനല്ല. അല്ലാതെ അബദ്ധം പറ്റിയതല്ല. ഇനി അതുപോലെയുള്ള ചോദിക്കാം. ഞാൻ ചോദിക്കാം. അവിടെ ഇരിക്കെ പോയി. ഒരു വട്ടം കൂടിയ ഡാഷിന്റെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. ഇവിടെ ഡാഷ് എന്താണ്? ഇത്രയുള്ള ഒരു പട്ടി. ഡാഷിന്റെ തീരത്ത്, പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. അതാർക്കാണ്? പട്ടിക്കല്ലാതെ കവി എഴുതി വെച്ചേക്കുന്ന ഒരു സംഭവമാണ്. ഇനി അതിനെ കുറിച്ച് വലിച്ചു നീട്ടരുത്. ഇരിക്കവിടെ. എന്നാലും പട്ടിയുടെ ഒരു ദീനം നോക്കിയോളൂ. ഏറ്റവും ചെറിയ ജില്ല ഏതാ? ആലപ്പുഴ. ഏതാണ്? ആലപ്പുഴ. കാർമേഘം ഉണ്ടാകുന്നത് എങ്ങനെ? എഴുന്നേറ്റ് പറയടാ. കാർമേഘോ? കശുവണ്ടി ഓഫീസിലെ പുകയെല്ലാം കൂടെ അങ്ങ് മേളിൽ ചെന്ന് ഉരുണ്ടുകൂടും. താഴെ നിന്ന് നോക്കുമ്പോ മേഘം പോലെ ഇരിക്കും. ഇവൻ പറയുന്നത് മേഘം പോലെ ഇരിക്കും. കേരളത്തിൽ കശുവണ്ടി ഓഫീസ് ഇല്ലെങ്കിൽ ഇവിടെ കാർമേഘമില്ല. ഇങ്ങോട്ട് നീട്ട. വലിക്കരുത് കൈ. കശുവണ്ടി ഓഫീസിൽ കാർമേഘം ഉണ്ടാക്കിയില്ല. ഇനി തരാം ഞാൻ. തല്ലി ഓടിക്കുക. ഒന്നുമില്ല. ബാക്കി ഞാനിപ്പോ അങ്ങോട്ട് ചോദിച്ചു വരുവാ. കേരളത്തിൽ എത്ര ബ്ലോക്കുകളുണ്ട്? എഴുന്നേറ്റ് പറയടാ. അച്ഛനാണെങ്കിൽ 5, അമ്മയ്ക്കാണെങ്കിൽ 3. ഒരെണ്ണം ആൻജിയോഗ്രാം ചെയ്തൊക്കെ മാറ്റി പിന്നെ കിടക്കുക. കേരളത്തിൽ എത്ര ബ്ലോക്കുണ്ട്? എഴുന്നേറ്റ് പറയാത്. കോട്ടയം പാലത്തിന്റെ അവിടെ രാവിലെ ഉണ്ടായിരുന്നു. ടൗണിൽ ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്തെ ഉണ്ടായിരുന്നു. കേരളത്തിൽ 152 ബ്ലോക്കുകളുണ്ട്. ഇനി അത് മറക്കുമോ? അല്ല, ഞാൻ പറയട്ടെ. എന്താ
ഇതുപോലൊരു ചേട്ടൻ എന്നെ വീടിനകത്ത് അടിക്കാൻ പിടിച്ചാ. എന്റെ അമ്മയാണ് അവിടെ നിന്ന് പ്രാവി. ഇപ്പൊ ആ ചേട്ടൻ ഛർദിച്ച് കിടക്കും. അടിക്കണ്ട. ഇങ്ങോട്ട് നീട്ടാ. അതിനാ നിന്റെ അമ്മ പ്രാഗിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ തന്നെ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇങ്ങോട്ട് നീട്ടാ. എന്തുവാ ഇങ്ങോട്ട് നീട്ടാ. എന്താ അപ്പം കറക്റ്റ് ആ ഉത്തരവാ പറഞ്ഞതെന്ന് എനിക്കറിയാം. ഞാൻ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പേ മേലെ ഞാൻ കറക്റ്റ് ഉത്തരം ചാടിയെന്ന് പറയുന്നത്. വേറെ ഏതാണ് ചോദിക്കാൻ വന്നത്? അതിനാ ഞാൻ തള്ളിയത്. അടുത്തത്, കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? എത്ര ജില്ലയുണ്ടെന്ന്? 13 ജില്ലയാണോ? എടാ 14 ജില്ലയുണ്ട് കേരളത്തിൽ. അല്ല, എനിക്ക് ഇടുക്കി ഇഷ്ടമല്ല. അതെന്താ? കഴിഞ്ഞ ടൂറിന് പോയപ്പോ ഇടുക്കി പോയപ്പോ എനിക്ക് പനി പിടിച്ചോ, ഒരു മാസം കിടന്നു. എനിക്ക് ഇഷ്ടമല്ല. പിന്നെ മേലെ നീ പോഷത്തരം പറയരുത്. 14 ജില്ലയുണ്ട്. ആര് ചോദിച്ചാലും 14 ജില്ലയുണ്ടെന്ന് വിളിച്ചു പറഞ്ഞേക്കണം. ഞാൻ വന്ന് കുറച്ചേ പറയൂ. അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് എവിടെ? ചിമ്മിനിക്കകത്ത്. ചിമ്മിനിക്കകത്താണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. കമ്പിളിക്കടിയിൽ. കമ്പിളിക്കടിയിലോ? ഏതോ ഒരു കാടാ. ഏത് കാടാന്നാ ഞാൻ ചോദിക്കുന്നത്. മുതുകാട് കൊള്ളാമോ? എടാ പാലക്കാട്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഏതൊരു കാടായിരുന്നു. ഏതോ ഒരു കാടല്ല, പാലക്കാട്. ഇവര് പാടത്തം നിർത്തത്തില്ലയോ സാറേ? അത് ഞാൻ ചോദിച്ചോളാം. തന്മാത്ര എന്നാൽ എന്താ? എത്ര മാത്രമാണ്? ഇത്ര മാത്രമാണ് തന്മാത്ര. ഇത്ര മാത്രം മതിയോ? മാത്രം മതി. തന്മാത്ര എന്നാൽ തന്മാത്ര മോഹൻലാലിന്റെ പടമാണ് തന്മാത്ര. ബ്ലസ്സിയാണ് സംവിധായകൻ. ഇടവേളയാ ഈ മോഹൻലാലിന്റെ ഓർമ്മ നഷ്ടപ്പെടും. സത്യം, എന്റെ അമ്മയാണെങ്കിൽ അവിടെ ഇരുന്ന് കരയുമായിരുന്നു. നീ കാണല്ലേ? സാറും കാണല്ലേ? സാറ് മനക്കെട്ടി ഇല്ലെങ്കിൽ സാറ് ആ പടം കാണരുത്. അവിടെ ഇവിടെ കേറാ. ഇവിടെ കേറി നിൽക്കാൻ. മോഹൻലാലിന്റെ തന്മാത്ര എത്ര തവണ കണ്ടെന്നാ പറഞ്ഞേ? അതാണ് ഞാൻ ചോദിച്ചത്. തന്മാത്ര എന്നാലെന്തെന്ന് ചോദിച്ചാൽ അതാണോ? പിന്നെന്തുവാ? അതാണോ ചോദിച്ചത്? ഇരിക്കവിടെ. തന്മാത്ര അങ്ങാടിക്കളി പറഞ്ഞു പോകുന്ന തലയ്ക്കകത്ത്. കഴിഞ്ഞ ദിവസം അച്ഛനെ വിളിക്കാൻ പറഞ്ഞ ആരോടാണ്? എവിടെ കയറി പോവാ? എന്തോ ചോദിച്ചു? എന്നോട് കയറാൻ പറഞ്ഞോ? ഇവിടെ ഇപ്പൊ എന്തോ ചോദിച്ചു? കഴിഞ്ഞ ദിവസം അച്ഛനെ വിളിക്കാൻ പറഞ്ഞ ആരോടാ? സാറായിരുന്നോ? ഇവൻ ഇന്നലെ രാവിലെ തുടങ്ങിയ എന്റെ തന്തയ്ക്ക് വിളിയാ. എന്തിനാണ് അവന്റെ അച്ഛനെ വിളിച്ചത്? സാറിൽ വന്ന് രാവിലെ മുഴുവൻ അച്ഛനെ വിളിക്കണോ? എടാ, നിന്റെ അച്ഛനെ ഫോണിൽ വിളിക്കാനല്ലേ പറഞ്ഞത്? ഇവൻ അങ്ങനെയല്ലേ ചെയ്തത്? ആട്ടിച്ച് ഞാൻ തൊടപൊട്ടിക്ക് ഞാൻ പറഞ്ഞേക്കാം. പറഞ്ഞാ പോലെ ചെയ്യണം. അതെല്ലാം പോകട്ടെ. നിങ്ങളൊരു കാര്യം ചോദിക്കാൻ വേണ്ടി ആയിരിക്കും. എന്തോ സാറേ? ബാത്റൂമിന്റെ ഭിത്തിയിൽ കളഞ്ഞു. ബാത്റൂമിന്റെ ഭിത്തിയിൽ എന്റെയും വനജ ടീച്ചറിന്റെ പേരാരാ എഴുതി വെച്ചത്? ഞാൻ കണ്ടതാ. അതാരാ തുടച്ചു കളഞ്ഞത്? ആ മാന്യ പ്രവർത്തി ചെയ്ത കുട്ടി ഞാനാ. ഇവിടെ ഇറങ്ങി വാ. മാന്യ പ്രവർത്തി ചെയ്ത കുട്ടി ഇങ്ങിറങ്ങി വാ. ഇങ്ങിറങ്ങി വാടാ. ഇങ്ങോട്ട് ഇറങ്ങി വാ. എങ്ങനെയാലും 4 പേര് അറിയട്ടെന്ന് പറഞ്ഞപ്പോ ഉടനെ അത് പോയി തുടച്ചു കളഞ്ഞിട്ടില്ലേ? പോയി എഴുതി വെക്കണത്.